ഹായ് ഓൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാനോണിക്കൽ ഫോംസും അതേപോലെ SOP ആൻഡ് POS, അതായത് സം ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. നമുക്ക് വൺ ബൈ വൺ ആയി നോക്കാം. ഫസ്റ്റ് കാനോണിക്കൽ ഫോം എന്താണെന്ന് നോക്കാം. എനി ബൂളിയൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് മിൻ ടേംസ് ഓർ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ഈസ് സെഡ് ടു ബി ഇൻ ഇറ്റ്സ് കാനോണിക്കൽ ഫോംസ്. അതായത് നമ്മൾ മിൻ ടേംസ് പറഞ്ഞു, മാക്സ് ടേംസ് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബൂളിയൻ ഫംഗ്ഷൻ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്ത് എന്താ ചെയ്യുന്നത്? സം ഓഫ് മിൻ ടേംസ്, അതായത് കുറേ മിൻ ടേംസ് നമ്മൾ ടേബിളൊക്കെ പറഞ്ഞില്ലായിരുന്നു മിൻ ടേംസിൻ്റെ. അങ്ങനത്തെ സം ഓഫ് മിൻ ടേംസ് ഒന്നുകിൽ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്, രണ്ട് രീതിയിലും പറയാം. രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്താലും അതിനെ നമ്മൾ എന്ത് പറയും? കാനോണിക്കൽ ഫോം എന്ന് പറയും. ടു കൺവേർട്ട് ഫ്രം വൺ കാനോണിക്കൽ ഫോം ടു അതർ ഇക്വലൻറ്റ് ഫോം, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? നമ്മൾ മുന്നേ വേറെ കേസിലൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഇൻ്റർചേഞ്ച് ചെയ്യുക. നമ്മൾ ഡ്യുവാലിറ്റി ഓഫ് പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലായിരുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യുവാലിറ്റി. അതിനകത്ത് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സ്പ്രഷനിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതിനകത്തുള്ള സിമ്പിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. സിഗ്മ എന്നുള്ളത് പൈ ആക്കി മാറ്റുക. അതേപോലെ ലിസ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ദാറ്റ് വർ എക്സ്ക്ലൂഡഡ് ഫ്രം ഒറിജിനൽ ഫോം, അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഫോമിൽ നിന്ന് എന്ത് ചെയ്യുക, മറ്റേക്ക് കൊടുക്കുമ്പോൾ, അതായത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ ഫോമിനെ എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ളവരെ കൊടുക്കുക. അതായത് ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, ഞാൻ പറയാം. ആൻഡ് ലിസ്റ്റ് ദ ഇൻഡെക്സ് നമ്പേഴ്സ് ദാറ്റ് വർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഒറിജിനൽ ഫോം, അതായത് ഇൻഡെക്സ് നമ്പറുകൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക. ടു കൺവേർട്ട് ഫ്രം വൺ കാനോണിക്കൽ ഫോം ടു ഇറ്റ്സ് ഡ്യുവൽ, ഇൻ്റർചേഞ്ച് ദ സിമ്പിൾസ് sigma and pi and list the index numbers from the original form or use the De Morgan's law or the duality principle. അതായത് നമ്മൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് നമ്മൾ അതിനകത്തുള്ള രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സിമ്പിൾസൊക്കെ മാറ്റിയാൽ തന്നെ എന്തായി ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. F = M3 + M5 + M6 + M7, അതായത് സിഗ്മക്കകത്ത് നമ്മൾ 3, 5, 6, 7 എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മിൻ ടേംസ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ആക്കി ഇത് മാറ്റാം. അതായത് M3, M5, M6, M7 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. X ഡാഷ് YZ + XY ഡാഷ് Z എഴുതാം. X + YZ ഡാഷ് XYZ, അതായത് X ഡാഷ് YZ + XY ഡാഷ് Z + XYZ ഡാഷ് + XYZ അങ്ങനെ നമ്മൾ എഴുതി. അതായത് മിൻ ടേംസ് ആക്കിയിട്ട് എഴുതി. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ ഇനി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്തു? മാക്സ് ടേമുക്കാക്കി മാറ്റുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ പൈ ഇട്ട് കൊടുക്കണം. പിന്നെ മറ്റുള്ള അതായത് 3, 5, 6, 7 നമ്മൾ മിൻ ടേമിൻ്റെ കേസിലുണ്ടായിരുന്നു. അവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെടുക്കുക. അതായത് M0, M1, M2, M4 ക്യാപിറ്റൽ M കൊടുക്കാൻ മറക്കരുത്. മാക്സ് ടേം ആകുമ്പോൾ അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ പൈ ഇട്ട് കൊടുത്തു. എന്നിട്ട് മറ്റവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് 0, 1, 2, 4 അതെങ്ങനെ മനസ്സിലായില്ല? എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതായത് 3, 5, 6, 7 എന്നുള്ളവർ എക്സ്ക്ലൂഡ് ചെയ്തു. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അവരെ എഴുതി കൊടുത്തു. അത്രേ നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ? ഇതിൻ്റെ ഡ്യുവാലിറ്റി ഫോമിലേക്കായി മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്പ്രഷൻ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേറെ എക്സ്പ്രഷനാക്കി നമ്മൾ മാറ്റി. അപ്പോൾ കാനോണിക്കൽ ഫോം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ മിൻ ടേംസിൻ്റെ സമ്മാക്കിയിട്ടും എക്സ്പ്രസ് ചെയ്യാം, മാക്സ് ടേമിനെ പ്രൊഡക്റ്റായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാനോണിക്കൽ ഫോം എന്ന് പറയുക. സിമ്പിളാണ്, പക്ഷേ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇങ്ങനെയും എഴുതാം അങ്ങനെയും എഴുതാം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതായത് ഡ്യുവൽ നാച്ചർ കാണിക്കുകയാണ് എക്സ്പ്രഷൻസ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. M0 + M1 + M2 + M4, അതിന് സിഗ്മ 0, 1, 2, 4 എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ എങ്ങനെ എഴുതാം? X ഡാഷ് Y ഡാഷ് Z ഡാഷ് + X ഡാഷ് Y ഡാഷ് Z + X ഡാഷ് YZ ഡാഷ് + XY ഡാഷ് Z ഡാഷ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ടേബിൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. അതായത് രണ്ട് ടേബിൾ നമ്മൾ മിൻ ടേമിൻ്റെ മാക്സ് ടേമിൻ്റെ കൊടുത്തിട്ടില്ലേ? അപ്പോൾ പക്കയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് വെച്ച് ആ ടേബിൾ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമിന് ചോദിക്കാനുള്ള ആ ടേബിൾ സൈഡിൽ വരച്ച് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മിൻ ടേമിൻ്റെ ടേബിൾ ഇതാണ്, മാക്സ് ടേമിൻ്റെ ടേബിൾ ഇതാണ്. പക്കയാക്കിയിട്ട് വെച്ചാൽ മതി, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സിഗ്മ വെച്ച് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. അവിടെ 0, 1, 2, 4 ആണ് ഇവിടെ ഉള്ളത്. അവിടെ എന്തായിരുന്നു? 3, 5, 6, 7 ആയിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മിൻ ടേമിൻ്റെ ഫോം എഴുതി. X ഡാഷ് Y ഡാഷ് Z ഡാഷ് ആണ് എഴുതി. എന്നിട്ട് പിന്നെ അതിനെന്ത് ചെയ്തു? നമ്മൾ മാക്സ് ടേമിലേക്കാക്കി മാറ്റി. ബാക്കിയുള്ളവർ, അതായത് അതിലുള്ളവർ എക്സ്ക്ലൂഡ് ചെയ്തു. എന്നിട്ട് M3, M5, M6, M7 എന്ന് കൊടുത്തിട്ട് എന്നിട്ട് പൈ 3, 5, 6, 7 എന്നും കൊടുത്തു. അതായത് നമ്മൾ ജസ്റ്റ് അതിനകത്തുള്ള സിമ്പിൾസ് മാറ്റി വാല്യൂസ് മാറ്റി കൊടുത്തു. അത്രയാണ് ചെയ്തത്. അപ്പോഴേക്കും എന്തായി? അതിനകത്തുള്ള ഡാറ്റകളും മാറിക്കഴിഞ്ഞിരുന്നു. X + Y ഡാഷ് + Z ഡാഷ് എന്നുള്ള രീതിയിലായി മാറി. കാരണം എന്തായി? മിൻ ടേം എന്നുള്ളത് എന്തായി? മാക്സ് ടേം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നു. അതാണ് ഉണ്ടായത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സം ഓഫ് പ്രൊഡക്ട്സും പ്രൊഡക്റ്റ് ഓഫ് സമ്മുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം സം ഓഫ് പ്രൊഡക്ട്സ് എന്താണെന്ന് നോക്കാം.
ഓടിയിട്ട് അവിടെ ഇൻ്റർവെല്ലായി. ഞാനിപ്പോൾ നിൽക്കുന്ന ക്ലാസ്സിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ വന്നാൽ എനിക്കപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വേറെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. ഇനി നമുക്കിപ്പോൾ സം ഓഫ് പ്രൊഡക്ട്സ് നോക്കാം. സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബൂളിയൻ എക്സ്പ്രഷൻ ഇൻ എ സ്പെസിഫിക് ഫോർമാറ്റ്. ദ ടേം സം ഓഫ് പ്രൊഡക്ട്സ് കംസ് ഫ്രം ദ എക്സ്പ്രഷൻസ് ഫോം എ സം ഓഫ് വൺ ഓർ മോർ പ്രൊഡക്ട്സ്. അതായത് സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൻ ടേംസിൻ്റെ പ്രൊഡക്ട്സ് പറഞ്ഞില്ലായിരുന്നു, അതേപോലെ തന്നെയാണ്. അതായത് എന്താണ്, കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും ആൻഡിലുള്ള അവരുടെ സം, അതായത് കുറേ ആൻഡ് പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്തു, ഓറാക്കി മാറ്റി. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. കണ്ടോ, ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്, എ കൊടുത്തിട്ടുണ്ട്, പിന്നെ എ പ്ലസ് ബി കൊടുത്തിട്ടുണ്ട്, എ പ്ലസ് ബി ഡോട്ട് സി കൊടുത്തിട്ടുണ്ട്, എ ബാർ ഡോട്ട് ബി ബാർ പ്ലസ് എ ഡോട്ട് ബി ബാർ ഡോട്ട് സി ബാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ പ്രൊഡക്റ്റുകൾ അവരെ പിടിച്ച് സം ചെയ്തു. അതാണ് കണ്ടോ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് എ ബാർ ബി സി ഡി ബാർ പ്ലസ് എ ബി ബാർ ഡി പ്ലസ് സി ഡി ബാർ പ്ലസ് എ ഡി ബാർ. അതായത് കുറേ പ്രൊഡക്റ്റുകൾ അവർക്ക് നമ്മൾ സം ചെയ്തു. അതാണ് ഇതിനകത്ത് സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് കുറേ പ്രൊഡക്റ്റുകളുടെ സം. അങ്ങനെ ചെയ്യുന്ന എക്സ്പ്രഷൻസിന് സം ഓഫ് പ്രൊഡക്ട്സ് എന്നാണ് നമ്മൾ പറയാം. There are no parentheses in SOP expressions since they would necessitate additional level of logic. This also means that SOP expression cannot have more than one variable combined in terms with an inversion bar. The following is not an SOP expression. അതായത് നമ്മൾ ഇതിനകത്ത് പാരന്തസിസ് SOPക്കകത്ത് യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്തായത് ഇപ്പോൾ ബാർ കൊടുക്കുകയാണെങ്കിലും കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നിടത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ബാർ ആവശ്യം വരിക. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ അങ്ങനെ ഒരു കോമൺ ബാർ ഇൻവേർഷൻ ബാർ കൊടുക്കാറില്ല. പകരം എന്തായാലും കമ്പൈൻഡ് ആയിട്ട് കൊടുക്കാറില്ല. ജസ്റ്റ് എ ബാർ ബി ബാർ അങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ. അല്ലാതെ എ ബി ഓൾ ബാർ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ പാരന്തസിസിന് റോളില്ല. അപ്പോൾ പാരന്തസിസിൽ എഴുതിയാൽ അതൊരിക്കലും SOP അല്ല. ഓക്കെ, അപ്പോൾ SOP എന്ന സിമ്പിളായിട്ട് എന്താ മനസ്സിലായില്ലേ, സം ഓഫ് പ്രൊഡക്ട്സ്. നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സം ഓഫ് പ്രൊഡക്ട്സും പ്രൊഡക്റ്റ് ഓഫ് സം ഒക്കെ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഇനി നമ്മളൊരു SOP ഉണ്ടാക്കാൻ പോവാണ്. നമ്മളൊരു SOP എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൻ്റെ ഞാൻ നോക്കട്ടെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു കേട്ടോ. ടെൻഷനാവൊന്നും വേണ്ട, അത് ബേസിക്കലി കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നെക്സ്റ്റ് SOPൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഡിറൈവ് ദ SOP എക്സ്പ്രഷൻ ഫ്രം ദ ഫോളോവിങ് ട്രൂത്ത് ടേബിൾ. ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് തന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇനി SOP എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറയുകയാണേ. അപ്പോൾ അവരെന്തൊക്കെ കുറേ വാല്യൂസ് തന്നു, എ തന്നു, ബി തന്നു, സി തന്നു, പിന്നെ ഒരു ഔട്ട്പുട്ട് തന്നു എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് A0 B0 C0 ആകുമ്പോൾ X 0 ആണ്. അതേപോലെ A0 B0 C1 ആകുമ്പോൾ X 1 ആണ്. പിന്നെ A0 B1 C0 ആകുമ്പോൾ X 0. അതായത് അവർ ഏതൊക്കെ രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്. അല്ല ഒരിക്കലും നമ്മൾ ബൈനറിയിൽ കണ്ട പോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത് ഇവിടെ. കാരണം A1 B0 C1 എന്ന് കൊടുത്തോട്ട് X 0 ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു മിസ്റ്റേക്ക്, ഇങ്ങനെ വന്നു മിസ്റ്റേക്ക്. അതേപോലെ A1 B1 C1 എന്നുള്ളടത്ത് 0 എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഒറ്റ സിമ്പിൾ വാല്യൂ വെച്ച് കൺസിഡർ ചെയ്യരുത്. നമ്മൾ ഇതിനകത്ത് സം ഓഫ് പ്രൊഡക്ട്സ് ആണ്, അതായത് ചില പ്രൊഡക്റ്റുകളുടെ സമ്മാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ സം ചെയ്തപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടിയതാവാം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് വരുമ്പോൾ എന്തൊരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ ഉണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുന്നതെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സൊല്യൂഷൻ കാണാൻ പോവാണേ. സൊല്യൂഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നൗ വി നീഡ് ടു മേക്ക് എ പ്രൊഡക്റ്റ് ഫോർ ഈച്ച് ഓഫ് ദീസ് റോസ്. ഈ റോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി പ്രൊഡക്റ്റ് കാണാൻ പോവാണ്. ദ പ്രൊഡക്റ്റ് ദാറ്റ് ഔട്ട്പുട്ട് A1 ഫോർ ദ റോ where A equal to 0, B equal to 0 and C equal to 1 must invert A and B in order to have a product 1 into 1 into 1 equal to 1. Therefore the product is A bar B bar C. അതായത് നമ്മളെ കയ്യിൽ ഒരു എയും ബിയും സിയും ഉണ്ട്, നമുക്ക് റിസൾട്ട് 1 കിട്ടണം. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ കിട്ടുന്ന ഫസ്റ്റ് കേസ് എന്താണ്, A0 B0 C equal to 1 എന്നുള്ള കേസ് വന്നപ്പോൾ കണ്ടോ, മേലെ നോക്കൂ, രണ്ടാമത്തെ റോല് കണ്ടോ X 1 കിട്ടിയില്ലേ. അപ്പോൾ അത് എയും ബിയും സിയും എങ്ങനെ ആയാലാണ് നമുക്ക് 1 കിട്ടുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എയും ബിയും സിയും 1 ആകുമ്പോൾ മാത്രമേ 1 കിട്ടുള്ളൂ എന്നതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എനെ നമ്മൾ ബാർ ഇട്ട് കൊടുക്കും. അതായത് A0 ആണെങ്കിൽ A ബാർ എന്താണ് 1 ആണ്. ലോജിക്കൽ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് A ബാർ 1 ആവും, B ബാറും 1 ആവും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, A ബാർ B ബാർ C. അങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ കാണാൻ പോവാണ്. നെക്സ്റ്റ് ഇനി എവിടെ Xൽ 1 കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് റോൾ ഇപ്പോൾ കിട്ടി, നമ്മൾ ചെയ്തു. ഇനി തേർഡ് റോൾ ഉണ്ടോ, ഇല്ല. ഫോർത്ത് റോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്യുന്നൊരു വീഡിയോ കൂടെ ഇട്ടുതരാം കേട്ടോ. ഫോർത്ത് റോൾ ഉണ്ട്. എങ്ങനെയാണ്, A0 B1 C1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്ക് മാത്രം ബാർ ഇട്ട് കൊടുത്താൽ മതി, മറ്റുള്ളവർക്ക് 1 തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ A ബാർ B C ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് കേസ് വരുമ്പോൾ പിന്നെ ഇവിടെ 1 വരുന്നത് താഴെ തന്നെ വരുന്നുണ്ട്. A1 Bയും Cയും 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, എക്ക് ബാർ ഇടണ്ട, പക്ഷേ Bക്കും Cക്കും ബാർ ഇട്ട് കൊടുക്കണം. പിന്നെ വരുന്ന കേസ് ഏതാ, പിന്നെ താഴെ ഏറ്റവും താഴെ മേലേക്കുള്ള ഒന്നുണ്ട്, എയും ബിയും 1ഉം C 0യും. അവിടെ വരുമ്പോൾ എങ്ങനെ ഇട്ട് കൊടുക്കുക, എയും ബിയും അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സിക്ക് മാത്രം ബാർ ഇട്ട് കൊടുക്കുക. കണ്ടോ, ലാസ്റ്റ് കേസിൽ എയും ബിയും അങ്ങനെ തന്നെ കൊടുത്തു, സിക്ക് ബാർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒറിജിനൽ അതിൻ്റെ SOP എക്സ്പ്രഷൻ എങ്ങനെ നമ്മൾ കാണും,
ആ നേരത്തെ ഇട്ടെടുത്തവരൊക്കെ പിടിച്ചിട്ട് സം ചെയ്യുക. അതായത് എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ സി ബാർ പ്ലസ് എ ബി സി ബാർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എസ് ഒ പി കാണാം. ഓക്കെ, അപ്പോൾ ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് എസ് ഒ പി കാണാം. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ കിട്ടിയാൽ വെച്ചാൽ എങ്ങനെ എസ് ഒ പി കാണാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്ത് തരാം. വീഡിയോ ഓൾറെഡി വേറെ ഇതിൻ്റെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും കേട്ടോ. നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച്. അത് തന്നെ കുറച്ച് ലെങ്തി അല്ലെങ്കിൽ കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പണിയാണ് ആ വീഡിയോ എടുക്കൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഓഫ്ലൈനും ഓൺലൈനും ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആയത് നമ്മൾ മൊത്തം ചെയ്തിട്ട് തന്നെ നിങ്ങൾ വിടുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് സ്കിപ്പായി പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ തിയറിയും കൂടെ നമ്മൾ പെൻഡിങ്ങിലിട്ട് നമ്മുടെ മൊഡ്യൂൾ തീരില്ല. എനിവേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചൊക്കെ ചെയ്തൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ നമ്മളിനിയിപ്പോൾ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ടേബിൾ ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ആ 1 കിട്ടുന്ന കേസുകളൊക്കെ ഒന്ന് കൊടുത്തു. അതായത് A0 B0 C1 അവിടെ നമ്മൾ എന്ത് ചെയ്തു, എ ബാർ ബി ബാർ സി എന്നിട്ട് കൊടുത്തു. പിന്നെ A0 B1 C1 കൊടുത്ത് എ ബാർ ബി സി എന്നിട്ട് കൊടുത്തു. കണ്ടോ, നിങ്ങൾക്ക് ഈ ടേബിൾ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. A1 B0 C0 ആകുമ്പോൾ എങ്ങനെയാണ് എ ബി ബാർ സി ബാർ. പിന്നെ നെക്സ്റ്റ് കേസിൽ A1 B1 C0 കൊടുത്താകുമ്പോൾ എങ്ങനെയാണ് സി മാത്രം ബാർ ഇട്ട് കൊടുത്താൽ മതി, കാരണം മാത്രമാണ് 0 ഉള്ളത്. ഇനി നെക്സ്റ്റ് കേസ് വരുമ്പോൾ നമ്മളുടെ POSൻ്റെ കേസ് വരുമ്പോൾ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. എനിവേ നമ്മൾ ആ മാറ്റങ്ങൾ വെച്ച് ചെയ്യുകയാണ്. അതായത് ഇവിടെ നമ്മൾ എവിടെയാണോ ബാർ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ കൺഫ്യൂസ് ആയി പോയത് SOP യും POSഉം. അപ്പോൾ നമ്മൾ SOP വെച്ച് എങ്ങനെ എക്സ്പ്രഷൻ എത്തിക്കാം എന്ന് നമ്മൾ കണ്ടു. ഇനി POS വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. POS എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ സമ്മുകളുടെ പ്രൊഡക്റ്റാണ് POS. മറ്റെന്തായിരുന്നു, കുറേ പ്രൊഡക്റ്റുകളുടെ സമ്മായിരുന്നു. ഇതെന്താണ്, കുറേ സമ്മുകളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം കേട്ടോ, എന്നാലും ഇത് മൈൻഡിൽ നിൽക്കുള്ളേ, അല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി പ്രൊഡക്റ്റ് ഓഫ് സമ്മാണ്. ഇറ്റ്സ് എ ബൂളിയൻ എക്സ്പ്രഷൻ ഇൻ എ സ്പെസിഫിക് ഫോർമാറ്റ്. ഇതൊരു ബൂളിയൻ എക്സ്പ്രഷനാണ്. ദ ടേം പ്രൊഡക്റ്റ് ഓഫ് സം കം ഫ്രം ദ എക്സ്പ്രഷൻ ഫോം എ പ്രൊഡക്റ്റ് ആൻഡ് ഓഫ് 1 or more sums. അതായത് ഒന്നിൽ കൂടുതൽ സമ്മുകളുടെ പ്രൊഡക്റ്റ് ആരാണ്, POS. ഓക്കെ, കൺഫ്യൂഷൻ ആവരുതേ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ മൈൻഡിൽ നിൽക്കുള്ളൂ. നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെമ്മിൽ ആകെ ഒറ്റ കോർ സബ്ജക്റ്റേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഫണ്ടമെൻറ്റൽസ്. അപ്പോൾ ഇത് പക്കയായിട്ട് പഠിച്ചു പോകണം, കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ബാക്കി. മറ്റുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകളും ഇതൊക്കെ പഠിക്കണം. പക്ഷേ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു 3 ഇയറും ഉണ്ടാവുക. അതുപോലെ അത് PG എടുക്കുമ്പോൾ അവിടെയും അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ബേസിക്ക് നിങ്ങൾക്ക് പക്കയാവണം. അപ്പോൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതേ നമുക്ക് സൊല്യൂഷനുള്ളൂ. ഇനി POS, കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ചിലർക്ക്. അത്രക്കാർ എന്തായാലും കുറേ ടൈം എടുത്ത് തന്നെ പഠിക്കണം. ഇനി POS ആണ്. സംഭവം സിമ്പിളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, സിമ്പിളല്ലേ? പ്രൊഡക്റ്റ് ഓഫ് സംസ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ്. പക്ഷേ നിങ്ങളത് മൈൻഡിൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് ഫോർമാറ്റിങ് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് സമ്മാണ്. അതിൻ്റെ എക്സാമ്പിൾസിൻ്റെ A ഉണ്ട്, A ബാർ പ്ലസ് B, പിന്നെ A ബാർ പ്ലസ് BC, ദെൻ A പ്ലസ് B ഡോട്ട് A ബാർ പ്ലസ് B ഡോട്ട് A ബാർ പ്ലസ് B ബാർ. അതായത് കുറേ സമ്മുകൾ അവരുടെ പ്രൊഡക്റ്റ് കണ്ടോ. അതാണ് ഇവിടെ ഓരോ എക്സാമ്പിൾസും കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ POS എക്സ്പ്രഷൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ് എവിടേക്കാണ് നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എവിടേക്കാണ് 0 കിട്ടിയിട്ടുള്ളത്? ഫസ്റ്റ് കേസിൽ കിട്ടിയിട്ടുണ്ട്, സെക്കൻഡിൽ 1 ആണ്, അത് വേണ്ട. തേർഡിൽ 0 ആണ്, പിന്നെ കുറേ വന്നിട്ട് പിന്നെ താഴെയാണ് 0 കിട്ടില്ല. അങ്ങനെ കുറച്ച് 0കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A = 0, B = 0, C = 0. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് 0 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ POSൻ്റെ കേസിൽ അവിടെ മാറ്റം വരുത്തണ്ട, ഇൻവേർഷൻ ബാർ ഇടണ്ട. പക്ഷേ നമ്മൾ SOPൻ്റെ കേസിൽ എന്താ ചെയ്തിരുന്നത്, ബാർ ഇട്ട് കൊടുക്കണം. അപ്പോൾ കൺഫ്യൂഷനായി പോകരുതേ. മാക്സ് ടേം പോലെയാണ് ഇതിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ബാർ ഇട്ട് കൊടുക്കണ്ട. മറ്റേ SOPൻ്റെ കേസ് ആകുമ്പോൾ ബാർ ഇട്ട് കൊടുക്കണം. അതൊക്കെയാണ് നമ്മളുടെ കൺഫ്യൂഷൻ വരുന്ന ഏരിയാസ്. ഓരോടത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊടത്ത് അങ്ങനെയെന്ന് നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കാൻ കഴിഞ്ഞാൽ മതി. Make the sum of each of these rows. Remember that sum of output is 0 when all of its input equal to 0. അതായത് അതിൻ്റെ ഇൻപുട്ടുകൾ 0 ആവുകയും അപ്പോൾ ഔട്ട്പുട്ട് 0 ആവുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. Therefore, to make sum of a row equal to 0, the input equal to 1 must be inverted for the first row. അതായത് 0 സമ്മ് കിട്ടുമ്പോൾ അതിനകത്ത് 1 കിട്ടിയവരൊക്കെ പിടിച്ച് നമ്മൾ ഇൻവേർട്ട് ചെയ്യാൻ പോവാണ്. For the first row, A0 is output when A = 0, B = 0 and C = 0. So, since this case all of the input are already 0, so നോൺ ഇൻവേർട്ടഡ് ഇൻപുട്ട് ടുഗദർ. അതായത് നമ്മൾ പിന്നെ ഇൻവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും 0 ആണ്. POSൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഞാൻ പിന്നെയും പറയുന്നത് കൺഫ്യൂസർ ആവാതിരിക്കാനാണ്.
The sum that output 0, the row is A equal to 0, B equal to 1 and C equal to 0 must invert B in order to have sum 0, 0, 0, 0. This gives you concern form. അതായത് നെക്സ്റ്റ് കേസ് വരുമ്പോൾ B 1 ആണ്, മറ്റോ രണ്ടാളും 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബീനെ ഒന്ന് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് 1 ഉള്ളതിനെയാണ് നമ്മളിവിടെ ഇൻവേർട്ട് ചെയ്യുക. എസ്ഒപ്പിൻ്റെ കേസിലോ നേരെ തിരിച്ചാണ്. ഞാൻ വീണ്ടും പറയുകയാണ് മക്കളെ, എനിക്ക് നല്ല ടെൻഷൻ. നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ പോയാൽ മാർക്ക് പോയി. അപ്പോൾ POSൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, ബി ഇൻവേർട്ട് ചെയ്യും, മറ്റുള്ളവർക്ക് അതുപോലെ കൊടുക്കും. നെക്സ്റ്റ് കേസിൽ ദ തേർഡ് സം ഔട്ട്പുട്ട് 0 കിട്ടുന്നിടത്ത് എങ്ങനെയാണ്, A1, B0, C1. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എയും സിയും ആണ് ഇൻവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 1 ഉള്ളപോലെ മാത്രം നമ്മൾ ഇൻവേർട്ട് ചെയ്യാൻ പോവാണ്. 0 + 0 + 0 = 0, A bar + B + C bar. നെക്സ്റ്റ് കേസോ ദ ഫൈനൽ സം ഔട്ട്പുട്ട് is 0 ഫോർ ദ റോ A = 1, B = 1, C = 1. അങ്ങനെ ഒരു കേസിലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, നമ്മുടെ ടേബിൾ അങ്ങനെ ഒരു കേസ് ഉണ്ട് ആക്ച്വലി. ഉണ്ട്, സോറി കേട്ടോ, മേലത്തെ ടേബിൾ ഉണ്ട്. 1 ഉം 1 ഉം 1 ഉം വരുമ്പോൾ 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ബാർ ഇട്ട് കൊടുക്കണം. A bar + B bar + C bar. അപ്പോൾ നമ്മൾ താഴെ കൊടുത്ത എക്സാമ്പിൾ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാവർക്കും ബാർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ബാർ ടൊലക്കെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. ഇത്രയേ ഉള്ളൂ POS. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇത് ലോജിക്കലി കൺസെപ്റ്റുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം, എന്നാൽ മാത്രമേ അത് കൺസെപ്റ്റുകൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഞാൻ ഏതായാലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഒരുമിച്ചായതുകൊണ്ട് ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുമ്പോഴേക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഷുവറായിട്ട് റിപ്ലൈ തരും കേട്ടോ. കാരണം എന്തെങ്കിലും ബിസി ഷെഡ്യൂൾ, കാരണം കോളേജിൽ വന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കാര്യങ്ങൾക്ക് പിന്നാലെ പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കരുതിയ പോലെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ, നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ റിപ്ലൈ തരാൻ പറ്റുമോ എന്നറിയില്ല. എനിവേ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് മാപ്പ് ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കൂടെ ഞാൻ വേണേൽ ഇട്ട് തരാൻ, കുഴപ്പമില്ല. ഞാൻ ഇട്ട് തരേണ്ട. പക്ഷേ പറഞ്ഞ പോലെ ആ വീഡിയോ ഇടുന്നിടത്തുള്ള പ്രശ്നമാണ്. നമുക്കിനി കോളേജിലൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ബോർഡുമ്പോൾ തന്നെ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.